ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ആശംസിക്കുന്നു. 2024 നമ്മെ വിട്ട് കടന്നുപോയി. 2025 പുതിയ പ്രഭാതത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ തന്റെ അത്ഭുതമായ ചിറകിന്റെ നിഴലിൽ നമ്മെ ക്ഷേമത്തോട് സൂക്ഷിച്ച ദൈവത്തിന്റെ വാത്സല്യ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പുതിയ സംവത്സരം ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മെ വരവേൽക്കുവാനായി ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്നാൽ ഒരു കാര്യം നാം അറിയുന്നു, 2024 24 വരെയും നമ്മെ നടത്തിയ വലിയവനായ ദൈവത്തിന്റെ കരങ്ങൾ, ശാശ്വത ഭുജങ്ങൾ തുടർന്നും നമുക്ക് മതിയായതാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശാശ്വത ഭുജങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര പ്രത്യാശയോടെ ധൈര്യത്തോടെ 2025 തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പുതുവത്സരത്തിന്റെ ആരംഭ ദിവസം എന്ന നിലയിൽ 2025 ആദ്യത്തെ ഒരു ദൂത് ദൈവ വചനത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവ പുരുഷനായ ഏലീശയെ കുറിച്ചാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ശൂലേംകാരത്തിയായ സ്ത്രീയെ ഏലീശ പ്രവാചകനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: അവൾ അവളുടെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നുപോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുന്നു. സത്യം. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നുപോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ആകുന്നു. സത്യം. ദൈവത്തിന്റെ ദാസനായ ഏലീശയെക്കുറിച്ചാണ് വളരെ യോഗ്യതയുള്ള ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിനോട് പറയുന്ന ഈ സാക്ഷ്യം നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ, വിശേഷാൽ ഈ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ 11 ഇടങ്ങളിലായി ദൈവദാസനായ ഏലീശയെ സംബന്ധിച്ച് ദ മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ദൈവപുരുഷൻ എന്ന ദൈവം നേരിട്ട് സംബോധന ചെയ്ത ചില വ്യക്തികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മോശയെക്കുറിച്ച് പറയുമ്പോൾ ദൈവപുരുഷനായ മോശ എന്നാണ് പറയുന്നത്. ഏലിയാവിനെ കുറിച്ച് പറയുന്നത് ദൈവപുരുഷനായ ഏലിയാവ്. ഇവിടെ ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിനെ പ്രാപിച്ച ഏലീശയെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് എലീശ ദ മാൻ ഓഫ് ഗോഡ്, ദൈവപുരുഷനായിരിക്കുന്ന ഏലീശ. വാസ്തവത്തിൽ ഈ പദപ്രയോഗത്തിന്റെ പശ്ചാത്തലം വളരെ അതിപ്രധാനമായ ചില ദൈവപുരുഷന്റെ സ്വഭാവ ശ്രേഷ്ഠതകളെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. 2025 നമുക്കായി ദൈവം തരുമെങ്കിൽ ആ 2025 നാം ദൈവത്തിന് ദൈവപുരുഷന്മാർ, ദൈവത്തിന് പ്രിയപ്പെട്ട സ്ത്രീരത്നങ്ങൾ എന്ന നിലയിൽ എങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ജീവിതം സമർപ്പിച്ച് ഏൽപ്പിക്കുവാൻ സാധിക്കും എന്നതിലേക്കുള്ള ചില യോഗ്യമായ ചില ചിന്തകളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവപുരുഷനായ ഏലീശയോട് ബന്ധപ്പെട്ട് 7 അതിപ്രധാനമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 1 രാജാക്കന്മാർ 19 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4:1, 1 തിമോത്തി 1:12, ഗലാത്യർ 1:15 ഈ വാക്യഭാഗങ്ങളെയെല്ലാം ഈ വേദഭാഗത്തോട് നിബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹി വാസ് എ മാൻ ഓഫ് ഗോഡ്, ഡിവൈൻലി കോൾഡ്. അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവപുരുഷനായിരുന്നു. ഒരു ദൈവപുരുഷന്റെ ഒന്നാമത്തെ ട്രെയ്റ്റ്സ്, അതായത് ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഹി മസ്റ്റ് ബി കോൾഡ് ഓഫ് ഗോഡ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. നിത്യതയിൽ ശ്രമിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ BT മത്തായി അവറുകൾ, അദ്ദേഹം വേലക്കാരുടെ യോഗങ്ങളിൽ, അതായത് സുവിശേഷ വേലക്കാരുടെ യോഗങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും എന്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, there are 2 types of laborers, അതായത് 2 types of servants of God in gospel field. സുവിശേഷ ലോകത്ത് 2 തരത്തിൽപ്പെട്ട വേലക്കാരാണുള്ളത്. ഒന്ന്, those who are called of God,
ദൈവത്താൽ വിളിക്കപ്പെട്ട ആളുകൾ. 2, those who are called upon God and come to the field. ദൈവത്തെ വിളിച്ച് വേർതിരിഞ്ഞ ആളുകൾ. ഇവർ 2 വ്യത്യസ്തമാക്കാൻ കഴിയും. ഒന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച ആളുകൾ, മറ്റേത് ദൈവത്തെ വിളിച്ച് വേർതിരിഞ്ഞ ആളുകൾ. അല്ലെങ്കിൽ അല്പം കൂടെ ഞാൻ പറയാം, ഒരു കൂട്ടം ആളുകളെ ദൈവം തന്റെ ഇഷ്ടത്താൽ വിളിച്ച് സുവിശേഷ ഫീൽഡിൽ ശുശ്രൂഷകന്മാരാക്കി വെച്ചവരാണ്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? ഈ ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവപുരുഷന്മാരെ കണ്ടിട്ട് അവരുടെ അഭിവൃദ്ധി, അവരുടെ സന്തോഷം, അവരുടെ നന്മ, അവരുടെ പ്രസംഗത്തിന്റെ ക്വാളിറ്റി, അവർക്കുള്ള ലഭിക്കുന്ന അംഗീകാരം, ഇതൊക്കെ കണ്ട് ഞങ്ങളും ഇറങ്ങിയാൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ കിട്ടും എന്ന് വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആൾ. അതാണ് ദൈവത്തെ വിളിച്ച് ഇറങ്ങിയവർ എന്ന് പറയുന്നത്. ഇവിടെ ഏലീശയെ കുറിച്ച് പറയുന്ന ആദ്യത്തെ പ്രത്യേകത, ഒന്ന്, ഈസ് എ മാൻ ഓഫ് ഗോഡ് ഡിവൈൻലി കോൾഡ്. ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവപുരുഷൻ. വാസ്തവത്തില് ഇത് അവനുള്ള ആ വിളിയുടെ ഉറപ്പിനെ അല്ലെങ്കിൽ നിശ്ചയത്തെ കാണിക്കുകയാണ്. എല്ലാ ദൈവദാസന്മാരും 2025 ആദ്യമായി സ്വയം തന്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യം, ആം ഐ ബീൻ കോൾഡ് ഓഫ് ഗോഡ്? ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ? ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചതാണോ? ഞാൻ കർത്താവിന് വിലയ്ക്കായി സമർപ്പിച്ചതാണോ? ദൈവം വിളിച്ച് തന്റെ ശുശ്രൂഷ ഫീൽഡിൽ ആക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെല്ലാ കാലത്തും ഏലിയാവിനെ പോലെയും ഏലീശായെ പോലെയും ഇരമ്യാവിനെ പോലെയും യെശയ്യാവിനെ പോലെയും അപ്പോസ്തലനായ പൗലോസിനെ പോലെയും യോഹന്നാൻ സ്നാപകനെ പോലെയും പുതിയ നിയമത്തിൽ ആത്മധൈര്യത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ദൈവഭൃത്യന്മാരെ പോലെയും സദാകാലവും തങ്ങളുടെ ശുശ്രൂഷയിൽ ശോഭിക്കുന്നതാണ്. 2, മാൻ ഓഫ് ഗോഡ് ബിലീവ്ഡ് ഇൻ മിറാക്കിൾസ്. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച ദൈവപുരുഷൻ. യാജകന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അതിന് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ ദൈവിക അത്ഭുതങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് പരാമർശിക്കുന്നതായി നാം വായിക്കുന്നു. അവിടെ നാം വായിക്കുകയാണ്, ഏലീശ ഏലിയാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാണ് വായിക്കുന്നത്, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമുക്കറിയാമല്ലോ, ഏലിയാവ് ബഥേൽ തുടങ്ങി യോർദാൻ കടന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അഗ്നി അശ്വങ്ങളുടെയും അഗ്നി രഥങ്ങളുടെയും അകമ്പടിയാൽ എടുക്കപ്പെടുന്നവരെയുള്ള രംഗമാണ് ഏലീശ ഈ ഏലിയാവിന്റെ കൂടെ സന്തത സഹചാരിയായി നമ്മൾ സഹകരിക്കുന്ന കാണുന്നു. അവിടെ വെച്ച് ഏലിയാവ് എടുക്കപ്പെടും മുമ്പ് ഏലീശ ഒരാവശ്യപ്പെട്ടു. അപ്പൊ ഏലിയാവ് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് വേണ്ടത്? അവൻ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ എനിക്ക് വേണം. അവൻ പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്, എങ്കിലും ഞാന് എടുക്കപ്പെടുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുമെങ്കിൽ നിനക്ക് അങ്ങ് ലഭിക്കും, ഇല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളുമായി ഏലിയാവ് സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിന്റെ പങ്ക് ഏലീശ പ്രാപിച്ചു എന്ന് വായിക്കുന്നു. ദ മാൻ ഓഫ് ഗോഡ് ഹു ബിലീവ്ഡ് ഇൻ മിറാക്കിൾസ്. ജീവിതത്തില് വലിയ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് വാസ്തവത്തില് ഒരു അത്ഭുതവും ജീവിതത്തിൽ അത്ഭുതമായി കാണുവാൻ കഴിയുകയില്ല. അത്ഭുതം ഞാൻ പറയുന്ന ഇവിടുത്തെ സ്റ്റേജിൽ കാണിക്കുന്ന എന്തെങ്കിലും ചേഷ്ടകളെയോ കോമാളിത്തരങ്ങളെ കുറിച്ചോ അല്ല, മറിച്ച് ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന അത്ഭുതങ്ങൾ. അത് ഇന്നും ദൈവം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത്, ഇവിടെ കണ്ണ് കാണാൻ വയ്യാത്തവരെ കണ്ണ് തുറന്ന് കാണിക്കുക, മരത്തിൽ നിന്ന് വിടവിന്റെ നട്ടലിൽ 16 കഷ്ണമായത് ഒന്നിച്ച് മെഡിക്കൽ സയൻസ് പോലും ചെയ്യാൻ വയ്യാത്തത് സ്റ്റേജ് ഷോയിൽ വെച്ച് യോജിപ്പിക്കുക, കാലൊടിഞ്ഞവന്റെ കാലിലെ മജ്ജ ചേർത്ത് വെക്കുക, കിണ്ണിയില്ലാത്തവനെ മുളപ്പിക്കുക, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. Every times, every day in the life of a servant of God, that there is a miracle. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും നിശ്ചയമായും ഓരോ അത്ഭുതങ്ങളുണ്ട്. അനുനിമിഷവും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നാം കാണുകയാണ്. ട്രസ്റ്റിംഗ് ഗോഡ് ഫോർ മിറാക്കിൾസ്, നോയിങ് ഗോഡ് ഓഫ് ഇമ്പോസിബിലിറ്റീസ്. അതായത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കാണാൻ കഴിയുമോ എന്ന് എന്ത് ചെയ്യുക, ആത്മാവിൽ വിശ്വസിക്കുവാൻ ഏലീശയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ 2025 നമ്മുടെ വിശ്വാസത്തിന്റെ ഓരോ ചുവടുവയ്പിലും നാം എന്ത് ചെയ്യണം? ദൈവത്തിന് എന്റെ ഈ ജീവിത സാഹചര്യത്തിൽ
പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് ആവശ്യമായ ആരോഗ്യം തരാൻ കഴിയും. ദൈവത്തിന് എന്നെ കൊണ്ട് ഫലകരമായി ശുശ്രൂഷ ചെയ്യിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന് എന്റെ അതിരങ്ങളോട് ഇരിക്കുവാൻ കഴിയും. ദൈവം എന്നോടുകൂടെ ഇരുന്ന് ജനത്തോട് സംസാരിക്കും. ദൈവം എന്നെ കൊണ്ട് തന്റെ ഇഷ്ടമെല്ലാം സാധിപ്പിക്കും. ഇത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. എലീശ അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ച ഒരു ദൈവപുരുഷനായിരുന്നു. 3, എ മാൻ ഓഫ് ഗോഡ് ഈസ് ടച്ച് ബൈ ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ സഹതാപം കാണിച്ച ദൈവപുരുഷൻ. എന്താണ് ഇവിടുത്തെ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ സഹതാപം കാണിക്കുക എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ച സമയത്ത് നാം വായിക്കുന്നു, അവിടെ അവന് ഈ ശൂനേംകാരത്തെ സ്ത്രീയെ അവനെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. അവളുടെ ഭർത്താവിനോട് ഒരു ശുപാർശ ചെയ്തു. അവൻ പിന്നീട് ആ വഴിയായി പോകുമ്പോൾ അവിടെ കയറി പാർക്കാൻ ഒരു പാർപ്പിടം അവന് അവിടെ ഉണ്ടാക്കി. അവിടെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ഇത്രയൊക്കെ താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഈ സ്ത്രീ മക്കളില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവളുടെ കുറവെന്താണെന്ന് ഗേഹസി ഇവിടെ ഏലീശയോട് പറഞ്ഞു. അവിടെ നാം വായിക്കുന്നു, ഈ അവളുടെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കി ആ കുറവ് നികത്തുവാൻ ഈ പ്രവാചകന് സാധിച്ചു. അതായത് ദൈവത്തിൽ അവൻ ആശ്രയിച്ചുകൊണ്ട്, അവൾക്ക് മകനില്ലായിരുന്നു, അവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവൾക്ക് ഒരു മകനെ നൽകി. ഇവിടെ മാൻ ഓഫ് ഗോഡ് ഹു വാസ് ടച്ച്ഡ് ബൈ ഹ്യൂമൻ നീഡ്സ് ബൈ ഡിവൈൻ ലവ് ആൻഡ് കമ്പാഷൻ. ദൈവസ്നേഹം, ദൈവത്തിന്റേതായ സഹതാപം, ഇതുകൊണ്ട് മാനുഷികമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവ പുരുഷൻ. പ്രിയപ്പെട്ടവരെ, 2025 നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ആവശ്യങ്ങളിലായിരിക്കുന്ന പല ആളുകളെയും ദൈവസ്നേഹത്താലും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സഹതാപത്താലും നമുക്ക് അവരോട് സ്നേഹത്തോടെ സഹതാപത്തോടെ ഏർപ്പെടാൻ സാധിക്കണം. നമ്മുടെ സുഭിക്ഷത പലരുടെയും ദുർഭിക്ഷതയ്ക്ക് ഉതകുവാൻ ഇടയായിത്തീരണം. നമുക്ക് അറിയാൻ വയ്യാത്ത ഞെരുക്കങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഇവിടെ ഈ സമൂഹത്തിൽ ഇടപഴകി സാധാരണക്കാരായ ആളുകളുടെ കൂടെ ഇടപഴകി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ചില വിധവമാരായ ആളുകൾ വളരെ ഞെരുങ്ങി കഴിയുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യവൃത്തിക്കായി ബുദ്ധിമുട്ടുന്ന പല ആളുകളുമുണ്ട്. സുഭിക്ഷതയിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് അറിയത്തില്ലായിരിക്കാം. ധാരാളം പണം പേരിനും പെരുമയ്ക്കും വേണ്ടി ചെലവഴിക്കുകയും സംഘടനകൾ കൂടി വിതരണം ചെയ്യുകയും മറ്റു മഹാന്മാരുടെ ശുപാർശ പ്രകാരം കൊടുക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട വിഷയം, ആം ഐ ബീൻ ടച്ച്ഡ് ബൈ ഹ്യൂമൻ നീഡ്സ്, ബീയിങ് ഇൻസ്പയർഡ് ഓഫ് ഗോഡ്? ദൈവത്താൽ പ്രേരിതനായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവ വിശേഷം എനിക്കുണ്ടോ? ഏലീശായ്ക്ക് അതുണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. 4ാമത് പറയുമ്പോൾ, ഹി വാസ് എ മാൻ ഓഫ് ഗോഡ് വിസിബിൾ വിത്ത് വിസിബിൾ ഹോളിനെസ്. അതായത് പ്രത്യക്ഷത്തിൽ തന്നെ ജീവിത വിശുദ്ധിയുള്ള ദൈവപുരുഷനായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 4:9 ഈ സ്ത്രീ പറയുകയാണുള്ള ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവപുരുഷനാകുന്നു സത്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങളെ മറ്റുള്ള ആളുകൾ കണ്ടിട്ട്, നമ്മുടെ ജീവിത വീക്ഷണത്തെ മറ്റുള്ള ആളുകൾ ദർശിച്ചിട്ട്, നമ്മുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ആസ്വദിച്ചിട്ട് നമ്മളെക്കുറിച്ച് പുറത്തുള്ള ആളുകൾ പറയുന്ന സാക്ഷ്യം, അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അവർ പറയണം, ഈ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവപുരുഷനാകുന്നു. നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ് ബാഹ്യതലത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. ഇവൻ ആരായിരുന്നു? ദൈവത്തിന്റെ വിശുദ്ധി പ്രത്യക്ഷത്തിൽ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവം നമ്മോട് സംസാരിച്ച വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ പുറവും അകവും ഒരുപോലെ ദൈവസനയിൽ വിശുദ്ധിയിൽ വിളങ്ങുന്നത് ആയിരിക്കണം. ആന്തരികമായ വിശുദ്ധിയുടെ ക്വാളിറ്റി സൂക്ഷിക്കുന്ന ഒരു ദൈവവേദന മാത്രമേ ബാഹ്യ ശുശ്രൂഷയിലും ബാഹ്യതലത്തിലും പ്രലോഭനങ്ങളാൽ വശംബദരായി തീരാതെ
വിശുദ്ധിയുടെ മാനദണ്ഡം സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് അവൻ കൊടുക്കുന്ന വില അനുസരിച്ചാണ് ദൈവം അവനെ വിശ്വസ്തനായി എണ്ണുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത് അവനെ കുറിച്ച് പറയുന്നത് മാൻ ഓഫ് ഗോഡ് കോൺഗേഴ്സ് ലവ് ഓഫ് മണി. ദ്രവ്യാഗ്രഹത്തെ കീഴ്പ്പെടുത്തിയ മനുഷ്യൻ, യാതൊരു ദ്രവ്യാഗ്രഹവുമില്ല. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരായ ആളുകൾ അനേകരും സത്യം പറയാൻ മടിക്കുന്നവരോ പേടിക്കുന്നവരോ ആണ്. ദൈവജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും തങ്ങളുടെ ലഭിക്കേണ്ട പുൾപിറ്റുകളുടെ എണ്ണം പ്രതീക്ഷിച്ചും തങ്ങളുടെ പോക്കറ്റുകളിൽ പണം സ്വരൂപിച്ചിട്ട് ധാരാളിത്വത്തോടുകൂടെ അല്ലെങ്കിൽ സുഭിക്ഷതയോടുകൂടെ ദൈവജനത്തിന്റെ മധ്യത്തില് മറ്റ് യാതൊരു ഇടർച്ചയുമില്ലാതെ സുഖലോലുപരായി ജീവിക്കേണ്ടതിനും ഇത് ചെയ്യുന്നു. ജനത്തിന് പ്രയോജനമുള്ളതൊന്നും പറയാതെ ജനത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇത് ചെയ്യുന്നു. അവർ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്ന അനന്തരം ബാൽശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ദൈവപുരുഷന് ഒരു സമ്മാനം കൊടുത്തേക്കാൻ വിചാരിച്ച് ബാൽശാലീശയിൽ നിന്ന് ഒരാള് 20 യവത്തപ്പവും അതുപോലെ ഒരു യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ഇത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഏലീശ അതിനോട് പ്രതികരിച്ച പ്രതികരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവനെന്താ അറിയാമോ? അത് ജനത്തിന് തിന്മാൻ കൊടുക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പുമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും ജനത്തിന് തിന്മാൻ കൊടുക്കുക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് യഹോവ അരുളിച്ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വരപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. തനിക്ക് സമ്മാനമായി കൊടുത്തയക്കപ്പെട്ട ഈ യവത്തപ്പവും മലരും തനിക്ക് സർവ്വസ്വാതന്ത്ര്യമായി അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാല് ആ സർവ്വസ്വാതന്ത്ര്യമായി അനുഭവിക്കാൻ കഴിയുമായിരുന്ന ഈ നന്മകളെ ആ നന്മകളുടെ അടിമയായി അദ്ദേഹം തീർന്നില്ല. ഹി വാസ് നോട്ട് പൊസസ്ഡ് ബൈ പൊസഷൻസ്. വസ്തുവകളാൽ പിടിക്കപ്പെട്ടവനായി തീർന്നില്ല. അവൻ എന്ത് ചെയ്തു? അത് മറ്റുള്ള ആളുകൾ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ സമയത്ത് എന്റെ പിതാവ് പറഞ്ഞ ഒരു നല്ല ഓർമ്മ എന്റെ മനസ്സിലുള്ളത് ഈ വിധത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാകവി കെ.വി. സൈമൺ സാറിനെ കാണാൻ ഒരാൾ വന്നു. സൈമൺ സാറിനെ കാണാൻ വന്നപ്പോൾ സാമ്പത്തികമായി താൻ വളരെയധികം ദരിദ്രാവസ്ഥയിൽ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു സമയം. അന്ന് 28 ചക്ര ഒരു ബ്രിട്ടീഷ് രൂപ ഇരിക്കുന്ന കാലഘട്ടം, പൈസയ്ക്ക് വലിയ വിലയുള്ളൊരു കാലഘട്ടം. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വന്നയാള് അദ്ദേഹത്തിന് ഒരു പണക്കിഴി കൊടുത്തു. ആ പണക്കിഴി കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ചില ആഴ്ചകളിലേക്ക് സൈമൺ സാറിനും ശിഷ്യന്മാർക്കും പരസ്യ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പണക്കിഴി ആയിരുന്നു എന്നാണ് പിന്നീട് അറിയുന്നത്. അപ്പൊ സൈമൺ സാർ എന്ത് ചെയ്തു? ഇദ്ദേഹം വരുമ്പോൾ തന്റെ ഉമ്മറപ്പടിയിൽ പുസ്തകം വായിച്ചുകൊണ്ട് പുസ്തക വായനയിൽ നിപുണനായിരുന്നു. അങ്ങനെ അദ്ദേഹം വ്യാപൃതനായിരിക്കുമ്പോൾ വന്ന ആളുമായി സുഹൃത്ത് സംഭാഷണമൊക്കെ ചെയ്തു. അദ്ദേഹം ഒരു പണക്കിഴി അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം അറിയാമോ? ആ പണക്കിഴി വായിച്ച് ആ ഉമ്മറത്തിൽ വെച്ചു. ഉമ്മറത്തിലെ വെച്ചിട്ട് വീണ്ടും ഉമ്മറത്തിൽ വെച്ചു. താൻ തന്റെ വായനയിൽ പിന്നെയും അദ്ദേഹം മുതിർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ആ വഴിയായി വന്നു. ആ വഴിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് അല്പം സാമ്പത്തിക കൂട്ടായ്മ ആവശ്യമുള്ള ആളാണ് എന്ന് സൈമൺ സാറിന് ബോധ്യമായി. അദ്ദേഹം എന്തെന്നറിയാമോ? ഈ പണക്കിഴി ആ ഉമ്മറപ്പടിയിൽ വെച്ചത് അങ്ങനെ തന്നെ എടുത്ത് അത് അഴിച്ചു നോക്കാതെ ഈ വന്ന ആഗതന്റെ കയ്യിൽ കൊടുത്തു. പിന്നത്തേതിന് ഈ ഇദ്ദേഹത്തെ സൈമൺ സാറിന് കൊടുത്ത ഈ പണം അന്നത്തെ കാലത്ത് ഒരാൾക്ക് ലഭിക്കാവുന്നതിനേക്കാൾ അല്പം മെച്ചപ്പെട്ടൊരു എമൗണ്ട് ആയതുകൊണ്ട് ദാതാവ് ഈ വിഷയം അറിഞ്ഞപ്പോൾ എന്റെ പൊന്നു സാറേ, അതൊന്ന് അഴിച്ച് എത്രയുണ്ടെന്ന് നോക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത്രമാത്രം ദ്രവ്യത്തിന്റെ കറ കയ്യിൽ പറ്റാത്ത ഒരു പ്രതിഭാശാലിയായിരുന്നു മഹാകവി കെ.വി. സൈമൺ അവറുകൾ. പ്രിയമുള്ളവരെ, ദ്രവ്യത്തിന്റെ കറ കൈകളിൽ പറ്റാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ദ്രവ്യാഗ്രഹത്തിന്റെ പിടിയിൽ അമർത്തപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാകുന്നു. ചിലത് കാക്ഷിച്ചിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്നാണ് നാം വായിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പറയുമ്പോൾ എന്നെ നിരന്തരമായി കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ആളുകൾ ഓർപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. സഹോദരൻ ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ വളരെ അരാജകത്വം അനുഭവിക്കും. അത് തന്നെയല്ല, ഞെരുക്കത്തിന് കൂടെ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെയാണ്. അതുകൊണ്ട് കാര്യം ചെയ്യുക, ജനത്തിന്റെ പാപങ്ങളെയും തെറ്റുകളെയും അവരെ ഓർമ്മപ്പെടുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. അതൊന്നും പറഞ്ഞാലും അവർ നന്നാകാൻ പോകുന്നില്ല. ഇസ്രയേൽ മക്കളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ കാലത്തുള്ള ജീവനും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അവർ നന്നാകുമൊന്നുമല്ല. നമ്മളതുകൊണ്ട് ചെയ്യുക,
ഇതിന്റെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ മാത്രം, നല്ല കാര്യങ്ങളൊക്കെ മാത്രം പറയുക, ബാക്കിയൊക്കെ വിട്ടേക്കുക എന്നെനിക്ക് സതുപദേശം നൽകിയിട്ടുള്ള അനേക ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെയും ദ്രവ്യാഗ്രഹത്തിന്റെ കറകളാൽ എന്റെ കരങ്ങൾ അത് മലിനപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത, അതായത് ആരുടെയെങ്കിലും ദ്രവ്യ നന്മകൾ കൊണ്ട് എന്റെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെയോ ദൈവമായ കർത്താവിനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയുടെ പരമാർത്ഥതയോ ബന്ധിക്കാൻ എന്നെ തന്നെ സ്വയം അനുവദിക്കാത്തൊരു പുരുഷനാണ് ഞാൻ. മേലാലും അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ വൻ ധനവും അതോടുകൂടെ കഷ്ടതയുള്ളതിനേക്കാൾ കർത്താവിനോടുകൂടെ ഉള്ള അല്പം ഏറ്റവും ഉത്തമമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവേദനാണ് ഞാൻ. ഈ 2024 വരെയും ഞാൻ അങ്ങനെ ജീവിച്ചു. 2025 ശിഷ്ടമുള്ള നാളുകൾ ദൈവം അനുവദിച്ചാൽ അങ്ങനെയും ആ നാളുകളും അതേ കാഴ്ചപ്പാടിനോടാണ് ആഗ്രഹിക്കുന്നത്. നോട്ട് ബീങ് കോട്ട് അപ്പ് ബൈ ദ ലവ് ഓഫ് മണി. ദ്രവ്യാഗ്രഹത്തിന്റെ പിടിയാൽ പിടിക്കപ്പെടാൻ അനുവദിക്കാൻ ജീവിക്കുക. മാൻ ഓഫ് ഗോഡ് ഹു കോൺഗേറ്റ്സ് ലവ് ഓഫ് മണി. ദ്രവ്യപ്രിയം ഒരിക്കലും തന്നെ പിടികൂടാൻ അനുവദിക്കാതിരുന്ന ദൈവപുരുഷൻ അതായിരുന്നു എലീശ. നിങ്ങൾ ചരിത്രത്തോടെ പഠിക്കുക. ദ്രവ്യത്തിന്റെ വ്യാമോഹത്തിലകപ്പെട്ട് എങ്ങനെയും ആത്മീക ശുശ്രൂഷകൾ ദ്രവ്യ സമ്പാദിച്ച് സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായി ഉന്നതന്മാരായി ജീവിക്കുക. അതാണ് എന്റെ ശുശ്രൂഷയുടെ ആഗ്രഹം, ആത്യന്തികമായ ലക്ഷ്യമെന്ന് കരുതുന്ന ഒരു ദൈവദാസന്മാർക്കും ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ പരസ്യമായി വിളിച്ചു പറയാനോ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിലുള്ള മലിനതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനോ പാപത്തെക്കുറിച്ച് ഉത്ഘോഷിക്കാനോ സാധിക്കുകയില്ല. അതിനുള്ള ധൈര്യവും അവർക്ക് ഉണ്ടാവുകയില്ല. കാരണം അറിയാമോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഹായിക്കുകയില്ല. പക്ഷെ എന്റെ അനുഭവത്തിലെ കാര്യം ഞങ്ങൾ പറയാം. അനേക കാര്യങ്ങൾ എനിക്ക് വിരോധമായി പിൻവലിക്കപ്പെട്ടു എങ്കിലും ദൈവം തന്റെ പ്രൊവിഷൻ ഒരിക്കലും എനിക്ക് കുറച്ചിട്ടില്ല. കാരണം അറിയാമോ, എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്ന ദൈവം എന്റെ കാര്യങ്ങൾ കരുതിക്കൊള്ളുകയും ദൈവം സഹായിക്കുകയും ചെയ്യും. ചൈന ഇൻലാൻഡ് മിഷന്റെ പ്രവർത്തകനായിരുന്ന ഹഡ്സൺ ടെയ്ലർ, അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം എല്ലായ്പ്പോഴും എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ചിന്തയായി പ്രതിഫലിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, when a servant of God is in the will of God, doing the work according to the plan of God, none of his physical needs will be lacking. അതായത് ദൈവ ഇഷ്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവവേദന്റെ ഭൗതിക ആവശ്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും ഉണ്ടാവുകയില്ല. ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്നവരെ തങ്ങളുടെ കാര്യങ്ങൾ പിൻവലിക്കുമോ എന്ന് ആരെങ്കിലും അങ്ങനെ ഭയപ്പെട്ടാൽ ഞാൻ അവരോട് പറയുകയാണ്, എന്നെ നിരന്തരമായി സഹായിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അതായത് എന്നോട് നിന്നെ ആരെങ്കിലും, ഈ അടുത്ത കാലത്ത് എന്റെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ റവന്യൂ, എന്താണ് നിന്റെ വരുമാന മാർഗം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ എം എ മാൻ ഹു ഈസ് ലിവിംഗ് ബൈ ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അതെങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ. ടുമോറോ ഹൂ മേ ഹെൽപ് മീ ഐ ഡോണ്ട് നോ. നാളെ ആരാണ് എന്നെ സഹായിക്കുന്നത് എനിക്കറിയാൻ വയ്യ. എന്നാൽ എന്റെ ആവശ്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അതാത് സമയത്ത് തക്ക സമയത്ത് തന്റെ ഇഷ്ടം പോലെ കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ആരെങ്കിലും ഒക്കെ ഉണർത്തുകയോ എഴുന്നേൽപ്പിക്കുകയോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, വി നീഡ് ടു ലേൺ ഹൗ ടു കോൺകർ ലവ് ഓഫ് മണി. അതായത് ദ്രവ്യാഗ്രഹത്തെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളത് പഠിക്കേണ്ട ഒരു പാഠമാണ്. അത് പഠിക്കാൻ നമ്മൾ കഴിയുമ്പോൾ, അതായത് ദ്രവ്യത്തിന്റെ കറകളാൽ നമ്മുടെ കരങ്ങൾ മാലിന്യപ്പെടുകയില്ല, ഹൃദയം അശുദ്ധമാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവവേദനെ ഒരിക്കലും ദ്രവ്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭീതിയാൽ സത്യത്തെ മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. അവൻ എല്ലായ്പ്പോഴും ഹൃദയപൂർവ്വം ചെയ്യുന്നു, ദൈവത്തിനു വേണ്ടി സത്യം സംസാരിക്കുന്നു. എലീശ അങ്ങനെയുള്ള ഒരു ദൈവപുരുഷനായിരുന്നു. 6, മാൻ ഓഫ് ഗോഡ് റെക്കഗ്നൈസ് ദി പോയിസൺ ഇൻ ദി പോട്ട്. സെക്കൻഡ് കിങ്സ് 4:40. 2 രാജാക്കന്മാർ 4:40. ഇവിടെ പ്രവാചക ശിഷ്യന്മാർ അവിടെ പായസം ഉണ്ടാക്കുകയായിരുന്നു. ഒരുവൻ പായസം ഉണ്ടാക്കുമ്പോൾ തീ കത്തിച്ച് അടുപ്പത്ത് കലമെടുത്ത് വെച്ച് പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ ചീര പറിച്ച് ഒരുവരിട്ടു. പക്ഷെ അത് പേച്ചൂരിയായിരുന്നു. അത് വളരെ വിഷമകരമായ ഒന്നായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ ശിഷ്യന്മാരോട് കരഞ്ഞു, യജമാനെ, കലത്തിൽ ഭീതി, മരണം എന്ന് പറഞ്ഞു. എന്നാൽ നാം വായിക്കുന്നത്, അങ്ങനെ പ്രവാചക ശിഷ്യന്മാര് നിലവിളിച്ചു അവർ ആളുകൾക്ക് വിളമ്പി പായസം കുടിക്കാൻ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണമെന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവെന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു, ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് യജമാനെ, കലത്തിൽ മരണമെന്ന് ജനം നിലവിളിച്ചു. കാരണം ഉണ്ടാക്കിയ പായസത്തിൽ അബദ്ധവശാൽ പേച്ചൂര് പറിച്ചിട്ടു. അത് വിഷമയമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാസനായിരുന്ന എലീശ എന്ത് ചെയ്തു? ആ കലത്തിലെ വിഷം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ മാവ് ഇട്ടു.
അത് പിന്നീട് വിഷമയം ആയതില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എ മാൻ ഓഫ് ഗോഡ് ഹു റെക്കഗ്നൈസ് ദി പോയിസൺ ഇൻ ദി പോട്ട്. കലത്തിലെ വിഷം എന്താണെന്ന് തിരിച്ചറിയാൻ ശേഷിയുണ്ടായിരുന്ന ദൈവദാസൻ. ഇന്ന് ആത്മീയ ലോകത്ത് വിളമ്പുന്ന പല കാര്യങ്ങളും വിഷമയമാണ്, ദുരുപദേശമാണ്, വിപരീതോപദേശമാണ്, ക്രിസ്തുവിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും വിരോധമായവയാണ്. അതെന്താണെന്ന് തിരിച്ചറിയാൻ ഒരു ദൈവ പുരുഷന് സാധിക്കണം. ഏറ്റവും കൂടുതലായി എ മാൻ ഓഫ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തിയ ദൈവദാസൻ. 4-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പുമെന്ന് പറഞ്ഞു. അവൻ പിന്നെയും ജനത്തിന് തിന്മാൻ കൊടുക്കുക, തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുന്ന യഹോവ അരുളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. ഹി വാസ് എ മാൻ ഓഫ് ഗോഡ് ഹു വാസ് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്സ് വേർഡ്. അവൻ ഇങ്ങനെ വിശ്വസിച്ചു, ദൈവത്തിന് ഇത് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ദൈവത്തിന് ഇത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നാം കർത്താവിന് പേരിലായിരിക്കുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവവചന പ്രകാരം മുൻപോട്ട് നയിക്കുമ്പോൾ, എന്റെ ദൈവത്തിന് എന്റെ ഈ സാഹചര്യത്തിലെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിപ്പാൻ കഴിയും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവദാസനായ ഏലീശായുടെ വിശ്വാസ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ 7 മഹത്തായ പ്രത്യേകതകൾ, ദൈവ പുരുഷ നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 7 പ്രത്യേകതകളായി ഞാൻ പറഞ്ഞു. 1, അദ്ദേഹം ദൈവത്താൽ വിളിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടവനായിരുന്നു. തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. 2, അദ്ദേഹം ദൈവകരങ്ങളുടെ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നയാളായിരുന്നു. 3, അദ്ദേഹം മാനുഷികമായ ആവശ്യങ്ങളിൽ മനുഷ്യരോട് സഹതാപം കാണിക്കുന്ന ആളായിരുന്നു. 4, അദ്ദേഹം പ്രത്യക്ഷമായ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന ദൈവപുരുഷനായിരുന്നു. ഈ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ പുരുഷൻ ആരാകുന്നു? വിശുദ്ധനായ ഒരു ദൈവമനുഷ്യനാകുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു. 5, അദ്ദേഹം ദ്രവ്യാഗ്രഹത്താൽ പിടിക്കപ്പെടാത്തവൻ ആയിരുന്നു. 6, അദ്ദേഹം തന്റെ ഈ പ്രവാചക ശിഷ്യന്മാരുണ്ടാക്കിയ പായസക്കണത്തിലെ വിഷമയമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവനായിരുന്നു. സമൂഹത്തിൽ വിളമ്പുന്നതെല്ലാം വിശുദ്ധമല്ല എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവനായിരുന്നു. 7, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവനും ദൈവത്തിന്റെ വചനത്തെ സംശയിക്കാത്തവനും ആയിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. 2025 ഏലീശ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ദൈവപുരുഷൻ നിലയിൽ കാണപ്പെടുന്ന ഈ സപ്ത സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ സപ്ത സവിശേഷതകളായി പരിണമിച്ചാൽ നിശ്ചയമായും നമുക്കും ജയത്തോടെ വിജയത്തോടെ ഫലകരമായ, ദൈവത്തിന് പ്രസാദകരമായ, പ്രയോജനകരമായ, ദൈവജനത്തിന് ഉപകാരപ്രദമായ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കരയേറ്റുന്നതായ ഒരാത്മീക ശുശ്രൂഷ കാഴ്ചവെക്കുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവം 2025 ഈ പ്രഭാതം മുതൽ നമ്മെ ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ആവശ്യമായ സ്വർഗീയ പ്രകാശം നമ്മുടെ ജീവിതപാതകൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും വിശേഷാൽ മുഖപുസ്തക സഖികൾക്കും എന്നെ വിദൂര സ്ഥലങ്ങളിലായി ഇരുന്ന് ശ്രദ്ധിക്കുന്ന, പഠിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ഞാൻ നന്മയും അനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ, അനുഗ്രഹിക്കപ്പെട്ട, മാതൃകയുള്ള ഒരു ക്രിസ്ത്യ ജീവിതം കർത്താവിന് വേണ്ടി നയിപ്പാൻ 2025 ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ കൃപയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.